ഹലോ ഗായ്സ്, ഇന്നത്തെ വ്ലോഗ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് ഉത്സവത്തിന് പോകുന്ന വീഡിയോ ആണ്. ഞാനും എൻ്റെ നെയ്ബേഴ്സും ഫ്രണ്ട്സ് അങ്ങനെ എല്ലാവരും കൂടി നമ്മൾ മേളം കേൾക്കാൻ വേണ്ടി തൃക്കേട്ടയുടെ അന്ന് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു വ്ലോഗ് എടുക്കാമെന്ന്. ഞാൻ ബാക്കി ദിവസങ്ങളിലൊക്കെ പോയിരുന്നെങ്കിലും ഞാൻ വ്ലോഗൊന്നും അങ്ങനെ എടുത്തിട്ടുണ്ടായില്ല. ചെറിയ ചെറിയ ക്ലിപ്സ് വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. അത് ഞാൻ ഷോർട്സ് ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാൻ ഒരു ലോങ് വ്ലോഗായിട്ട് എടുക്കാമെന്ന് ഞാൻ ഇങ്ങനെ വിചാരിച്ചെടുത്തതായിരുന്നു. തൃക്കേട്ട ആയതുകൊണ്ടാണോ എന്നറിയില്ല, നല്ല തിരക്കുണ്ടായിരുന്നു. ബാക്കി ദിവസങ്ങളിലും തിരക്കുണ്ടായിരുന്നു, പക്ഷേ തൃക്കേട്ട ആയതുകൊണ്ടും പിന്നെ ശനിയാഴ്ച ദിവസം കൂടെ ആയതുകൊണ്ട് ഭയങ്കര തിരക്കായിരുന്നു. തൃക്കേട്ടയുടെ അന്ന് കാണിക്കിടാനും അങ്ങനെ ഭയങ്കര ക്യൂ ആയിരുന്നു. നമ്മൾ ബാക്ക് സൈഡിൽ കൂടിയാണ് കയറിയത്, കാരണം ഫ്രണ്ട് സൈഡിൽ അത്രയും തിരക്കാണ്ട് ബാക്കിൽ കൂടിയാണ് കയറിയത്. അങ്ങനെ കുറച്ച് നേരം മേളമൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങൾ ബജ്ജി കഴിക്കാൻ വേണ്ടി പോയി. എൻ്റെ 2 ഫ്രണ്ട്സ് വന്നിട്ടുണ്ടായിരുന്നു കോളേജിലുള്ള. അപ്പം നമ്മളങ്ങനെ മേളമൊക്കെ കേട്ട് പിന്നെ ബജ്ജി കഴിക്കാൻ പോയി. പാവ് ബജ്ജിയും അതുപോലെ തന്നെ പാനിപൂരിയാണ് ഞങ്ങൾ കഴിച്ചത്. രണ്ടും കൊള്ളിലായിരുന്നു ഗൈസ്. പാനിപൂരി ഒട്ടും കൊള്ളിലായിരുന്നു. ഞാൻ ഒരു പാനിപൂരി വായി വെച്ചപ്പോൾ തന്നെ എനിക്ക് എന്തോ മാതിരിയായി, കാരണം ഒട്ടും ടേസ്റ്റ് ഉണ്ടായില്ല. ഞാൻ അമ്പലത്തിൻ്റെ ഫ്രണ്ട് സൈഡിൽ നിന്ന് പാനിപ്പൂരി കഴിച്ചപ്പോഴേക്കാണ് നല്ലതായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ പാനിപ്പൂരി വാങ്ങാൻ പറഞ്ഞത്. പക്ഷേ ഈ പാനിപ്പൂരി ഒട്ടും കൊള്ളില്ലായിരുന്നു. അതുപോലെ തന്നെ കരിമ്പ് ജ്യൂസും വലിയ ഗുണമുണ്ടായില്ല. തൃപ്പൂണിത്തുറമ്പലത്തിലെ ഉത്സവത്തിന് മെയിൻ എന്ന് പറയുന്നത് മേളമാണ്, പിന്നെ കഥകളി. എൻ്റെ ഒരു ഫ്രണ്ട് ആദ്യമായിട്ടായിരുന്നു അവന് ഉത്സവം കാണാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ അവന് ഞാനിങ്ങനെ ഓരോന്ന് കാണിച്ചു കൊടുക്കായിരുന്നു. ഇങ്ങനെ ഇതാണ് പരിപാടി അങ്ങനെയൊക്കെ പറഞ്ഞ് കാണിച്ചു കൊടുക്കായിരുന്നു. എറണാകുളം സൈഡിലുള്ളവർ ഒരു പ്രാവശ്യമെങ്കിലും ഈ ഒരു ഉത്സവം വന്ന് കണ്ടിരിക്കണം, കാരണം അത്രയും രസമാണ് കാണാൻ വേണ്ടിയിട്ട്. 15 ആന നിരന്ന് നിൽക്കണതും അതുപോലെ മേളവും കഥകളി ഇതൊക്കെ കാണാൻ നല്ല രസമാണ്. തൃപ്പൂണിത്തുറ സൈഡിലുള്ളവരുടെ മെയിൻ ആഘോഷം എന്ന് പറയുന്നത് വൃശ്ചികോത്സവം, അത്തച്ചമയം, അങ്ങനെ കുറച്ച് സംഭവങ്ങളാണ്. അതിൽ മെയിനായിട്ട് വൃശ്ചികോത്സവം തന്നെയാണ്. എല്ലാവരും ഇങ്ങനെ കാത്തിരിക്കും വൃശ്ചികോത്സവം ആവാൻ വേണ്ടിയിട്ട്. ഇതാണ് ആരതി. നമ്മൾ LKG മുതലേ ഒരുമിച്ച് പഠിച്ചാണ്, പക്ഷെ നമ്മൾ നല്ലോണം ഫ്രണ്ട് ആവണത് 9th സ്റ്റാൻഡേർഡ് തൊട്ടാണ്. നടപ്പുരമേളം തുടങ്ങാറായപ്പോൾ ഞങ്ങൾ അവിടെ ആ സൈഡിൽ പോയി നിന്നു. ഇതാണ് മെയിൻ പാർട്ട് ഓഫ് മേളം എന്ന് പറയുന്നത്. എല്ലാവരും ഇത്രയും ജനങ്ങൾ ഇവിടെ ഈ ഒരു സമയത്ത്, ഈ ഒരു 1:30-2 മണി സമയത്ത് നിൽക്കുന്നുണ്ടെങ്കിൽ അത് ഈ ഒരു മേളം കേൾക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം അത്രയും അടിപൊളിയാണ് ഈ ഒരു മേളം എന്ന് പറയുന്നത്. ഒരു 10-15 മിനിറ്റ് ഉണ്ടാവുള്ളൂ, പക്ഷെ ആ ഒരു 15 മിനിറ്റ് ഉള്ള എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് വേറെ ലെവലാണ്. ഒരു DJ പാർട്ടിക്കും ആ ഒരു എക്സ്പീരിയൻസ് തരാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഈ മേള എല്ലാം കഴിഞ്ഞ് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങുമ്പോഴേക്കും 2 മണി കഴിഞ്ഞിരുന്നു. എന്നിട്ട് ഞങ്ങൾ വീട്ടിൽ പോകാനല്ല നോക്കിയത്, നമ്മൾ കമ്മലടയിൽ കയറി കമ്മലൊക്കെ നോക്കി അങ്ങനെ പയ്യാണ് നമ്മൾ പോയത്. പിന്നെ ഉത്സവത്തിന് വന്നു കഴിഞ്ഞാൽ ബജ്ജിയും ഐസ്ക്രീമൊക്കെ നിർബന്ധമുണ്ട്. അതും കഴിച്ചിട്ടാണ് ഞങ്ങൾ പിരിഞ്ഞത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.